എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ മെയ് 28 രാത്രിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഹയർ സെക്കൻഡറിയുടെയും vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെയും ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലിങ്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് അപേക്ഷാ ടൈം കഴിഞ്ഞതുകൊണ്ടാണ് അത് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്ന ആ ഒരു ടൈം മുതൽ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ സ്കൂളിൽ അഡ്മിഷനായിട്ട് പോവേണ്ടതില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം മുതലാണ് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതലാണ് അഡ്മിഷൻ നേടേണ്ടത് എന്ന് പറഞ്ഞു. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അത് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്ക് ആദ്യം തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഇത് ഈ ഒരു അതായത് റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ആ ഒരു ലിങ്കാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളിടത്ത് നിങ്ങളുടെ ആ ഒരു യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ ജില്ല എന്നിവ നൽകിയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ജില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്ത ഏത് ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്ത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് ലിങ്ക്സ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് എന്നും, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ ഒന്നും കിട്ടുന്നതല്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടുക. ഇനി വിദ്യാർത്ഥികൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ തന്നെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ്, അതായത് അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യൂ ലാസ്റ്റ് റാങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ആ ഒരു ലാസ്റ്റ് റാങ്കും അതുപോലെ നിങ്ങളുടെ റാങ്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ റാങ്കും ആ ഒരു ലാസ്റ്റ് റാങ്കും തമ്മിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസം ഒന്നുമില്ല. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ അവസാനമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 120 അപ്പോൾ നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 150 കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയില്ലാത്ത ആ ഒരു സ്കൂളാണെന്ന് കരുതുക. അതായത് ആ ഒരു സ്കൂളിൽ കിട്ടിയ ഒരു വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ്, അതായത് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 50 ആ ഒരു വിദ്യാർത്ഥിയുടേത്. നിങ്ങളുടെ റാങ്ക് ഒരു 500 കരുതുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ആ ഒരു കോഴ്സിലേക്ക് കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ കിട്ടാനും സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന സ്കൂളുകളും കോഴ്സുകളും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ കോഴ്സ് ഓപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കോഴ്സുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളും സ്കൂളുകളും പിന്നീട് വീണ്ടും ആഡ് ചെയ്ത്, അതായത് വീണ്ടും നിങ്ങൾ ആ ഒരു കോഴ്സും സ്കൂളും നൽകുക. നിങ്ങൾ 1-2 ഓപ്ഷൻസ് മാത്രം നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ ഓപ്ഷൻസ്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടാൻ സാധിക്കുമെന്ന് തോന്നുന്ന സ്കൂളുകളും കോഴ്സുകളും ആയിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് പിന്നീട് ആഡ് ചെയ്യുമ്പോൾ നൽകേണ്ടത്. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ അലോട്ട്മെൻറ്റ് എവിടെയെങ്കിലും കിട്ടണമെന്ന് കരുതി പോകാൻ സാധിക്കാത്ത സ്കൂളുകളൊക്കെ ഓപ്ഷൻ വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന സ്കൂളുകളായിരിക്കണം ഓപ്ഷനായിട്ട് വെക്കേണ്ടത്. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ഹയർ സെക്കൻഡറിയിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ദൂരെയുള്ള സ്കൂളാണെന്ന് കരുതി പോയിട്ട് അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുന്നതായിരിക്കും. പിന്നീട് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടുന്നതിനായിട്ടുള്ള അവസരം ഒരു പ്രാവശ്യം പോലും തരുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെ അഡ്മിഷൻ ലഭിച്ചാൽ പോകാൻ സാധിക്കും അതുപോലുള്ള ഓപ്ഷൻസ് മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാവൂ. അതുപോലെ തന്നെ കോഴ്സും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. പക്ഷേങ്കിൽ സ്കൂൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്ന സ്കൂളുകൾ മാത്രമേ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നൽകുന്ന നിങ്ങളുടെ കാറ്റഗറി, അതായത് കാസ്റ്റിൻ്റെ കാറ്റഗറി ഏതാണ്, അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നൽകി എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഈയവ, തീയ, ബില്ലാവ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ETB എന്നുള്ളതും, അതുപോലെ തന്നെ അതായത് നിങ്ങൾ മുസ്ലിം ആണ്, അതായത് ഇസ്ലാം ഉൾപ്പെട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി മുസ്ലിം എന്നുള്ളതാണ്.
അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അതായത് അതർ കാസ്റ്റിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാറ്റഗറി ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം കാറ്റഗറി തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാലും അഡ്മിഷൻ തരില്ല. അതായത് മുൻ വർഷങ്ങളിൽ തന്നെ ഇയവ തിയ ബില്ലാവ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഒരു വിദ്യാർത്ഥി ETBക്ക് പകരം OBC എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് സയൻസ് ഗ്രൂപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ സ്കൂളിൽ പോയ സമയത്ത് ആ ഒരു വിദ്യാർത്ഥിയോട് പറഞ്ഞത് നിങ്ങൾ അത് സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു കാറ്റഗറി തെറ്റാണ്, അപ്പോൾ കാറ്റഗറി തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് ആ ഒരു വിദ്യാർത്ഥി ആ ഒരു കാറ്റഗറി കറക്റ്റായിട്ട് സപ്ലിമെൻ്ററി കേട്ട അലോട്ട്മെൻറ്റ് സമയത്ത് വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് ആണ് പിന്നീട് ആ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാറ്റഗറി നൽകിയത് കറക്റ്റാണെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒഴികെ ഏതൊരു ഡീറ്റെയിൽസും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഒരു ജില്ലയാണ്. അപ്പോൾ ആ ഒരു ഏത് ജില്ലയിലാണ് അപേക്ഷിച്ചത് ആ ഒരു ജില്ല മാറ്റാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾക്ക് ആ ഒരു ജില്ലയിലേക്ക് വേണമെങ്കിൽ പുതിയൊരു അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്ത സ്കീം, അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ, മന്ത് ഓഫ് പാസ്, ഇയർ ഓഫ് പാസ്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, അതുപോലെ നിങ്ങൾ എങ്ങനെയാണ് അപേക്ഷിച്ചത് ആ ഒരു കാര്യങ്ങൾ എന്നിവയൊന്നും നിങ്ങൾക്ക് യാതൊരുവിധ കാരണവശാലും എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ബാക്കി നൽകിയിട്ടുള്ള ഏതൊരു ഡീറ്റെയിൽസും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിലാണ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ കിട്ടില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതലാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതൽ നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അതായത് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ട നിർബന്ധമാണ്. ഫീസ് അടച്ചുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നൽകിക്കൊണ്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനുകളാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ്, അതായത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻസ് വേണമെങ്കിൽ ഏതെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കൂളിൽ അപേക്ഷ കൊടുത്ത് ഒഴിവാക്കുന്നതിനും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല. പക്ഷേങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്, അതായത് ഈ ഒരു ജൂൺ 4-ാം തീയതിയോടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുകയും, അതായത് ഈ ഒരു 4-നോ ചിലപ്പോൾ അതിന് മുൻപൊക്കെ വന്നേക്കാം, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുമാണ്. കാരണം കഴിഞ്ഞ വർഷം ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ബയോളജി സയൻസിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ ഒരു വിദ്യാർത്ഥി അലോട്ട്മെൻറ്റ് വന്ന ഡേറ്റ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നത് കാരണം ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷനായിട്ട് നിങ്ങൾക്ക് 2 ദിവസം മാത്രമേ സമയം കിട്ടുള്ളൂ. അതായത് അലോട്ട്മെൻറ്റ് വന്ന ശേഷം 2 ദിവസം അങ്ങനെയാണ് കിട്ടുക. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ജൂൺ 2-നാണ് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതെങ്കിൽ ജൂൺ 3-ാം തീയതി വൈകുന്നേരം 5 മണി വരെയായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷനായിട്ടുള്ള സമയം കിട്ടുക. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ എപ്പോഴാണ് അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുകയും, അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതാണ്. അഡ്മിഷൻ നേടാത്ത പക്ഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് നഷ്ടപ്പെടുകയും ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.